14,565 രൂപ. ഒരു ഒറ്റ ഗ്രാം സ്വർണത്തിന് നമ്മുടെ കേരളത്തിൽ ഇന്ന് കൊടുക്കേണ്ടി വരുന്ന വില അതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിപണി ശ്രദ്ധിച്ചവർക്കറിയാം, വിലയിൽ ചെറിയൊരു ഇടിവുണ്ടായിട്ടുണ്ട്. ഒരു പവന് 360 രൂപയോളം കുറഞ്ഞു എന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പ്രധാന കഥ. സ്വർണ്ണവില വീണ്ടും താഴേക്ക് പോകുന്നു എന്നൊരു വാർത്ത കേൾക്കുമ്പോൾ സാധാരണക്കാരായ ഒരു മലയാളി ആദ്യം ചിന്തിക്കുക, കല്യാണം വരാൻ കിടക്കുന്നു, കുറച്ച് സ്വർണം വാങ്ങാമായിരുന്നു എന്നാണ്. അത് സ്വാഭാവികമാണ്. പക്ഷെ ഈ വില കുറയുന്നതിന്റെ പിന്നിൽ വലിയൊരു ആഗോള കളി നടക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ കാര്യങ്ങൾ കൃത്യമായി ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ടത്. വിപണിയിലെ ഇത്തരം മാറ്റങ്ങൾ പെട്ടെന്ന് സംഭവിക്കുന്നതല്ല. അതിനു പിന്നിൽ കൃത്യമായ ചില കാരണങ്ങളുണ്ട്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, വിപണി എപ്പോഴും ഒരു തരംഗമാണ്. അതിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ടാക്കും. അത് നമ്മൾ തിരിച്ചറിയണം. വലിയൊരു ആഗോള സാമ്പത്തിക മാറ്റത്തിന്റെ പ്രതിഫലനമാണ് നമ്മുടെ നാട്ടിലെ സ്വർണ്ണക്കടകളിൽ കാണുന്നത്. ആളുകൾ വിചാരിക്കുന്നത് കേരളത്തിലെ കല്യാണ സീസൺ കഴിയുമ്പോൾ വില കുറയും എന്നാണ്. എന്നാൽ സത്യമതല്ല. US ഫെഡ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അമേരിക്കയിലെ സെൻട്രൽ ബാങ്ക്. അവരാണ് ഈ കളിയുടെ റിമോട്ട് കൺട്രോൾ കയ്യിൽ പിടിച്ചിരിക്കുന്നത്. അമേരിക്കയിൽ പണപ്പെരുപ്പം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ കൂടുമ്പോൾ അവർ പലിശ നിരക്ക് കൂട്ടാൻ തീരുമാനിക്കുന്നു. ഇൻഫ്ലേഷൻ എന്ന് വെച്ചാൽ വിലക്കയറ്റം, അത്രയേ ഉള്ളൂ. US ഫെഡ് പലിശ നിരക്ക് ഉയർത്തി നിർത്തുമ്പോൾ ആഗോളതലത്തിൽ വലിയ ഇൻവെസ്റ്റേഴ്സ് അവരുടെ പണം സ്വർണത്തിൽ നിന്ന് മാറ്റി അമേരിക്കൻ ബോണ്ടുകളിലേക്ക് ലോക്ക് ചെയ്യാൻ തുടങ്ങും. കാരണം അവിടെ അവർക്ക് സുരക്ഷിതമായി നല്ലൊരു റിട്ടേൺ കിട്ടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും സ്വർണത്തിന്റെ ഡിമാൻഡ് കുറയും. ഡിമാൻഡ് കുറയുമ്പോൾ വിലയും താഴേക്ക് പോരും. ഇതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ വിചാരിക്കുന്നതിലും വലിയൊരു സാമ്പത്തിക ചങ്ങലയാണ്. ഇതിന്റെ ആഘാതം ലോകമെമ്പാടും പ്രകടമാണ്. അമേരിക്കയിലെ ഒരു ബാങ്ക് മുറിയിൽ എടുക്കുന്ന തീരുമാനം എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ഒരു സാധാരണക്കാരന്റെ പോക്കറ്റിനെ ബാധിക്കുന്നത്? ഇതിനെ ഒരു ലളിതമായ ഉദാഹരണത്തിലൂടെ പറയാം. US ഫെഡ് എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ മുകളിലുള്ള വലിയൊരു ഓവർഹെഡ് ടാങ്ക് പോലെയാണ്. അതിലൊരു ചോർച്ചയുണ്ടായാൽ അല്ലെങ്കിൽ പ്രഷർ മാറിയാൽ നമ്മുടെ കേരളത്തിലെ ഓരോ വീട്ടിലെയും ടാപ്പുകളിൽ വരുന്ന വെള്ളത്തിന്റെ പ്രഷർ മാറും. അതാണ് ഇപ്പോൾ ഇവിടെ കാണുന്ന മെക്കാനിസം. അമേരിക്കൻ ഡോളർ ശക്തിപ്പെടുമ്പോൾ സാധാരണയായി സ്വർണത്തിന്റെ വില കുറയാറുണ്ട്. കാരണം അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണം ട്രേഡ് ചെയ്യുന്നത് ഡോളറിലാണ്. ഡോളറിന്റെ മൂല്യം കൂടുമ്പോൾ മറ്റ് കറൻസികൾ ഉപയോഗിച്ച് സ്വർണം വാങ്ങുന്നത് ചെലവേറിയതാകും. അതുകൊണ്ട് തന്നെ ആഗോളതലത്തിൽ സ്വർണത്തിന്റെ വാങ്ങൽ ശേഷി കുറയുന്നു. ഡോളർ ഇൻഡെക്സ് ശക്തമാകുമ്പോൾ സ്വർണത്തിന് തിളക്കം കുറയുന്നത് ചരിത്രപരമായ ഒരു വസ്തുതയാണ്. ഇത് വിപണിയിലെ വലിയ നിക്ഷേപകർക്ക് കൃത്യമായി അറിയാവുന്ന കാര്യമാണ്. ഇനി ജൂൺ മാസത്തിലേക്ക് കടക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇവിടെയാണ് വലിയൊരു ട്വിസ്റ്റ് ഉള്ളത്. അമേരിക്കയിലെ സാമ്പത്തിക ഡാറ്റകൾ പുറത്തു വരുമ്പോൾ ഇൻഫ്ലേഷൻ നിരക്കുകൾ കുറയുന്ന ലക്ഷണങ്ങൾ കാണിച്ചാൽ മാത്രമേ US ഫെഡ് പലിശ നിരക്ക് കുറയ്ക്കാൻ ആലോചിക്കൂ എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ലേറ്റസ്റ്റ് ഡാറ്റ പ്രകാരം ജൂണിലെ പ്രൊജക്ഷൻസ് കാണിക്കുന്നത് വിലയിൽ വലിയൊരു കുതിച്ചുചാട്ടം പെട്ടെന്നുണ്ടാവില്ല എന്നാണ്. അതായത് വലിയൊരു തകർച്ചയോ വലിയൊരു ഉയർച്ചയോ ഇല്ലാതെ ഒരു കൺസോൾട്ടേഷൻ മോഡിലായിരിക്കും മാർക്കറ്റ് നീങ്ങുക. സത്യം പറഞ്ഞാൽ നമ്മൾ കളി തോൽക്കുന്നത് ഇവിടെയാണ്. ഒരു ട്രെൻഡ് കണ്ട ഉടനെ ഓടിച്ചെന്ന് പണം മുഴുവൻ അതിലേക്ക് മാറ്റാൻ നമ്മൾ ശ്രമിക്കും. വിപണി താഴേക്ക് പോകുമ്പോൾ ആളുകൾ വിചാരിക്കും ഇത് ഇനിയും താഴോട്ട് പോകും, അതുകൊണ്ട് ഇപ്പോൾ വാങ്ങണ്ട എന്ന്. പക്ഷേ മാർക്കറ്റ് എപ്പോഴും നമ്മൾ വിചാരിക്കുന്നതിലും ഒരു പടി മുന്നിലാണ് സഞ്ചരിക്കുക. അപ്പോൾ നമ്മൾ ട്രെൻഡിനെയാണോ അതോ ട്രെൻഡ് നമ്മളെയാണോ പിന്തുടരുന്നത് എന്ന ചോദ്യം ബാക്കിയാകുന്നു. ഇത് നമ്മൾ ഗൗരവകരമായി ആലോചിക്കേണ്ട കാര്യമാണ്. ആഗോളതലത്തിലുള്ള ഒരു ചെറിയ ഡേറ്റ മാത്രം മതി കാര്യങ്ങൾ കീഴ്മേൽ മറിയാൻ. ഇത് നോക്കൂ, സ്വർണം എന്ന് പറയുന്നത് വെറും ഒരു ആഭരണമല്ല മലയാളിക്ക്. അതൊരു സുരക്ഷിത നിക്ഷേപ മാർഗമായിട്ടാണ് പലരും കാണുന്നത്. ഒരു ഹോം ലോൺ ബോറോവർ അല്ലെങ്കിൽ ഒരു IT ജീവനക്കാരൻ തന്റെ സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം സ്വർണത്തിൽ സൂക്ഷിക്കാൻ താല്പര്യപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ വില കുറയുന്നു. ഈ ഒരു സമയം ശ്രദ്ധയോടെ നിരീക്ഷിക്കേണ്ട ഒന്നാണ്. മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ അത് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു അവസരമായി കാണണം. അല്ലാതെ പെട്ടെന്ന് പരിഭ്രാന്തരായി ഉള്ള സ്വർണം വിൽക്കാനോ അല്ലെങ്കിൽ കടം വാങ്ങി പുതിയത് വാങ്ങിക്കൂട്ടാനോ നിൽക്കരുത്. ഈ അടുത്ത കാലത്ത് സ്വർണ്ണവില റെക്കോർഡ് ഉയരത്തിലെത്തിയപ്പോൾ പലരും വലിയ വില കൊടുത്ത് വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വില കുറയുമ്പോൾ അവർക്ക് ചെറിയൊരു നിരാശയും തോന്നിയേക്കാം. പക്ഷേ ലോങ് ടൈം ചിത്രത്തിലേക്ക് നോക്കിയാൽ സ്വർണം എപ്പോഴും സ്റ്റെബിലിറ്റി തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താൽക്കാലിക ഇടിവുകൾ കണ്ട് പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല. വിപണിയിലെ തരംഗങ്ങൾ താൽക്കാലികം മാത്രമാണ്, അത് കടന്നു പോകും. നമ്മൾ ആ വെളിച്ചം എപ്പോഴും കാണണം. നമ്മൾ എപ്പോഴും വിട്ടുപോകുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യൻ വിപണിയിൽ സ്വർണ്ണവില നിശ്ചയിക്കുന്നത് വെറും അന്താരാഷ്ട്ര വില മാത്രമല്ല,
അതിൽ നമ്മുടെ രൂപയുടെ മൂല്യവും ഇറക്കുമതി തീരുവയും ഒക്കെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില കുറഞ്ഞാലും ഇന്ത്യൻ രൂപ ഡോളറിനെതിരെ ദുർബലമായാൽ നമ്മുടെ നാട്ടിൽ വില അത്ര കണ്ട് കുറയില്ല. കാരണം ഇന്ത്യ സ്വർണം ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. ഡോളർ നൽകിയാണ് നമ്മൾ സ്വർണം വാങ്ങുന്നത്. രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ നമ്മൾ കൂടുതൽ പണം നൽകേണ്ടി വരുന്നു. ഈ മെക്കാനിസം പലരും ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് ആഗോള വിപണിയിലെ അത്രയും ഇടിവ് പലപ്പോഴും നമ്മുടെ ലോക്കൽ ജ്വല്ലറികളിൽ പ്രതിഫലിക്കാത്തത്. ഇത് മനസ്സിലാക്കുമ്പോഴാണ് വിപണിയുടെ യഥാർത്ഥ ചിത്രം വ്യക്തമാകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പലപ്പോഴും ബാഹ്യമായ ഘടകങ്ങളെ മാത്രം നോക്കി നിഗമനങ്ങളിൽ എത്തും. എന്നാൽ ആഴത്തിലുള്ള കാര്യങ്ങൾ വേറെയാണ്. ആഭ്യന്തര വിപണിയിലെ ആവശ്യകതയും ഇതിൽ പ്രധാനമാണ്. അത് നമ്മൾ വിസ്മരിക്കരുത്. ജൂൺ മാസത്തിൽ സ്വർണ്ണവിലയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? US ഫെഡറൽ റിസർവിന്റെ അടുത്ത മീറ്റിംഗ് വരാൻ പോവുകയാണ്. അതിലെ തീരുമാനങ്ങളും അതിനോടൊപ്പം വരുന്ന കമന്ററികളുമായിരിക്കും സ്വർണത്തിന്റെ അടുത്ത ദിശ നിർണ്ണയിക്കുക. പലിശ നിരക്കുകളിൽ നിലവിലുള്ളതുപോലെ തുടരാനാണ് സാധ്യത കൂടുതലെന്ന് പല സാമ്പത്തിക വിദഗ്ധരും വിലയിരുത്തുന്നുണ്ട്. അങ്ങനെ വന്നാൽ സ്വർണ്ണവില വലിയ മാറ്റമില്ലാതെ ഇതേ റേഞ്ചിൽ തന്നെ തുടരാൻ സാധ്യതയുണ്ട്. ഒരു സാധാരണ മലയാളി കുടുംബത്തെ സംബന്ധിച്ച് വരാനിരിക്കുന്ന കല്യാണങ്ങൾക്കായി സ്വർണം വാങ്ങാൻ പദ്ധതി ഉണ്ടെങ്കിൽ ഒന്നിച്ച് വലിയൊരു തുകയ്ക്ക് വാങ്ങുന്നതിന് പകരം ചെറിയ ചെറിയ അളവുകളിലായി വാങ്ങുന്ന കാര്യം ആലോചിക്കാവുന്നതാണ്. ഇതിന് നമ്മൾ കോസ്റ്റ് ആവറേജിംഗ് എന്ന് പറയും. വിപണിയിലെ ഉയർച്ച താഴ്ചകളുടെ റിസ്ക് കുറയ്ക്കാൻ ഇത് സഹായിക്കും. അല്ലാതെ ഒരൊറ്റ ദിവസം കൊണ്ട് വലിയൊരു തുക ഇതിലേക്ക് മാറ്റുന്നത് ഗുണം ചെയ്യണമെന്നില്ല. നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് പ്ലാൻ ചെയ്യുന്നതാണ് നല്ലത്. അത് കൂടുതൽ സുരക്ഷിതത്വം നൽകും. ഇനി മറ്റൊരു വശം കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ചരിത്രത്തിലേക്ക് നോക്കിയാൽ സ്വർണം എപ്പോഴും പണപ്പെരുപ്പത്തിനെതിരെയുള്ള ഒരു വലിയ ആയുധമായിരുന്നു. അതായത് കറൻസിയുടെ മൂല്യം ഇടിയുമ്പോൾ സ്വർണത്തിന്റെ മൂല്യം വർദ്ധിക്കാറുണ്ട്. ദീർഘകാലാടിസ്ഥാനത്തിൽ സ്വർണത്തെ കാണുന്നവർക്ക് ഈ ഹ്രസ്വകാല വ്യതിയാനങ്ങൾ ഒരു വലിയ പ്രശ്നമായി തോന്നാറില്ല. ഒരു IT ജീവനക്കാരൻ തന്റെ മാസ വരുമാനത്തിൽ നിന്ന് ഒരു ചെറിയ തുക ഡിജിറ്റൽ ഗോൾഡിലോ അല്ലെങ്കിൽ സോവറിൻ ഗോൾഡ് ബോണ്ടിലോ മാറ്റിവെക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത്തരം വിലക്കുറവുകൾ അനുകൂലമായ സാഹചര്യമാണ് നൽകുന്നത്. എന്നാൽ വിപണിയിലെ താൽക്കാലിക തകർച്ചകൾ കണ്ട് പെട്ടെന്ന് ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് എപ്പോഴും നഷ്ടത്തിൽ കലാശിച്ചേക്കാം. പണം കൈകാര്യം ചെയ്യുമ്പോൾ ക്ഷമയും അച്ചടക്കവും വളരെ പ്രധാനമാണ്. ഈ ജൂൺ മാസത്തിൽ വിപണി തരുന്ന സൂചനകൾ നാം കൃത്യമായി ഉൾക്കൊള്ളണം. ആഗോള വിപണിയിലെ ഓരോ ചലനവും നമ്മുടെ സാമ്പത്തിക ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് വഴി മാത്രമേ നമുക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയൂ. അതുകൊണ്ട് വരും ദിവസങ്ങളിലെ ഡേറ്റകൾക്കായി നമുക്ക് കാത്തിരിക്കാം. സ്വന്തം പ്ലാനിംഗ് മാറ്റിവെച്ച് നമ്മൾ എപ്പോഴും മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടാണ് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത്. ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ആഗോളതലത്തിൽ സെൻട്രൽ ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നത് തുടരുന്നു എന്നാണ്. ചൈനയും ഇന്ത്യയും ഒക്കെ തങ്ങളുടെ റിസർവിലേക്ക് സ്വർണം ചേർക്കുന്നുണ്ട്. അത് കാണിക്കുന്നത് ലോങ് ടേമിൽ സ്വർണത്തിന് ഇപ്പോഴും വലിയ ഡിമാൻഡ് ഉണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഹ്രസ്വകാലത്തെ വിലക്കുറവ് കണ്ട് സ്വർണത്തിന്റെ മൂല്യം ഇടിഞ്ഞു എന്ന് കരുതരുത്. ഇതൊരു വലിയ സൈക്കിളാണ്. ഈ സൈക്കിളിൽ ഉയർച്ചയും താഴ്ചയും സ്വാഭാവികമാണ്. നമ്മളൊരു ലോങ് ടൈം ലക്ഷ്യത്തോടെയാണ് നീങ്ങുന്നതെങ്കിൽ ഈ താഴ്ചകൾ ഒരു പോസിറ്റീവ് അവസരമായി കാണാൻ സാധിക്കണം. വിപണി താഴോട്ട് പോകുമ്പോൾ അവിടെയാണ് നമ്മൾ കൂടുതൽ പഠിക്കേണ്ടത്. മറ്റുള്ളവർ പരിഭ്രാന്തരാകുമ്പോൾ നമ്മൾ ശാന്തരായി കാര്യങ്ങൾ വിലയിരുത്തണം. അത് നമ്മുടെ പണമാണ്. അതിന്റെ ഉത്തരവാദിത്വം നമുക്ക് മാത്രമാണ്, അല്ലാതെ വിപണിയിലെ ബഹളങ്ങൾക്കല്ല. സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന ഓരോ ചെറിയ മാറ്റവും നമ്മുടെ സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയും ബാധിക്കാറുണ്ട്. കാരണം മലയാളിക്ക് സ്വർണത്തോടുള്ള താല്പര്യം അത്രമേൽ വലുതാണ്. ബാങ്കുകളിൽ നിന്ന് സ്വർണ്ണപ്പണയത്തിന്മേൽ എടുക്കുന്ന വായ്പകളുടെ മൂല്യത്തെ പോലും ഇത് ബാധിക്കും. വില കുറയുമ്പോൾ ബാങ്കുകൾ നൽകുന്ന ലോൺ തുകയിലും വ്യത്യാസം വരാം. ഇത് സാധാരണക്കാരായ ചെറുകിട ബിസിനസ് ഉടമകളെയും ബാധിച്ചേക്കാം. അതുകൊണ്ട് ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുന്നത് വെറും വലിയ അറിവുള്ളവർക്ക് മാത്രമുള്ളതാണെന്ന് കരുതരുത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ചെറിയ ചെറിയ തീരുമാനങ്ങളാണ് ഇതിന്റെ കാതൽ. ഒരു സ്മോൾ ബിസിനസ് ഓണർ തന്റെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ് ചെയ്യുമ്പോൾ കാണിക്കുന്ന അതേ ശ്രദ്ധ ഒരു സാധാരണ കുടുംബം സ്വർണം വാങ്ങുമ്പോഴും കാണിക്കണം. സ്വർണത്തിന്റെ വില കുറയുന്നത് ഒരു നല്ല ലക്ഷണമായി കണ്ട് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഇത് ചേർക്കാവുന്നതാണ്. വരും ദിവസങ്ങളിലെ വില വ്യതിയാനങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുക. പലിശ നിരക്കുകളും ഡോളർ ഇൻഡെക്സുകളും എങ്ങോട്ടാണ് നീങ്ങുന്നത് നോക്കുക. വരും മാസങ്ങളിൽ നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കനുസരിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ഈ ഒരു നമ്പറും അതിന്റെ പിന്നിലെ ലോജിക്കും എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. ഇതൊരു എഡ്യൂക്കേഷണൽ വീഡിയോ മാത്രമാണ്. ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ഒരു സെബി രജിസ്ട്രേഡ് അഡ്വൈസറുമായി സംസാരിച്ച് വ്യക്തത വരുത്തുക.